അസ്സലാമു അലൈക്കും ഗൈസ്. ഇത് കഴിഞ്ഞ സൺഡേ എടുത്തൊരു വ്ളോഗാണ് കേട്ടോ. എൻ്റെ കസിൻ്റെ ഹൗസ് വാമിങ്ങിന് പോവുകയാണ് ഞങ്ങൾ. അപ്പോഴത്തെ വ്ളോഗാണ്. അപ്പോൾ ഞാനൊരു ലിപ്സ്റ്റിക്കിൻ്റെ റിവ്യൂ ചെയ്യാൻ വേണ്ടി എടുത്ത ഭാഗം കേട്ടോ ഇത് ഫേസ് സ്കാനറിൻ്റെ കംഫി വാവ് മാറ്റ് ലിപ്സ്റ്റിക് ആട്ടോ. ഇതിൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ നിങ്ങൾക്ക് എത്രത്തോളം എനിക്കത് ഇഷ്ടമായിരുന്നു. ഇതൊരിക്കലും ഒരു പെയ്ഡ് പ്രൊമോഷൻ അല്ല കേട്ടോ. ഞാനിപ്പോൾ ചാനൽ തുടങ്ങിയിട്ടുള്ളൂ, പെയ്ഡ് പ്രൊമോഷൻ ചെയ്യണമെന്നും ആയിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ യൂട്യൂബേഴ്സിൻ്റെ റിവ്യൂ ഒക്കെ കണ്ടിട്ട് മേടിച്ചതാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ടോ. ഞങ്ങൾ ഓൾറെഡി തിരക്കിട്ടിട്ടാണ് ഈ പോണത്. നല്ല ലേറ്റ് ആയിരുന്നു കേട്ടോ ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ തന്നെ. ഇവിടുന്ന് ഇപ്പോൾ ഞങ്ങൾ 10 മണിക്ക് ഇറങ്ങിയാൽ എൻ്റെ വീട്ടിൽ 12 മണിയാവും എത്താൻ. കുറച്ച് ലോങ്ങാണ് കേട്ടോ. അപ്പോഴാണെങ്കിൽ ഇതാ ഗേറ്റ് അടവിലും കുടുങ്ങി. ആക്കക്കൂടി മൊത്തം ബ്ലോക്ക് ചെയ്യുന്നു കേട്ടോ അവിടെ. അന്നാണെങ്കിൽ പട്ടിക്കാട് പരിപാടിയായിരുന്നു, ജാമ്യന്നൂരിയൻ്റെ. പിന്നെ ഞങ്ങൾ അവിടെ എത്തി ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ വീടിൻ്റെ ഉള്ളിൽ കാണാൻ കയറിയതാട്ടോ. അപ്പോഴത്തെ വീഡിയോ കേട്ടത്. പിന്നെ ഞങ്ങൾ ഫാമിലി എല്ലാവരോടും ഇരുന്ന് സംസാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറേ നേരം കൊണ്ട് എല്ലാവരും സംസാരിച്ചിരുന്നു. പിന്നെ ഞങ്ങൾ പോകുമെന്ന് പറഞ്ഞാൽ പോരുകയാണ്. അവിടെ അടുത്താട്ടോ പരപ്പനങ്ങാടി ബീച്ച്. എൻ്റെ വീടിൻ്റെ അവിടെ കുറച്ച് അടുത്താണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരോടും ബീച്ചിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എല്ലാവരോടും ബീച്ചിൽ ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. കുറേ ആയി ഇപ്പോൾ ഒടുക്കിയാലൊക്കെ പോകണം എന്ന് അറിയണത്. അങ്ങനെ ഇമ്മാനി എല്ലാവരെയും കൊണ്ട് പോകണം എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ഫാമിലി അങ്ങനെ പോയിട്ട് കുറേ ആയിക്കിടും. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി പോന്നു കേട്ടോ. ഞങ്ങളുണ്ടായിരുന്നു, പിന്നെ മൂത്തി ഉണ്ടായിരുന്നു, മൂത്തൻ്റെ മോളും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം തുടക്കം തന്നെ ഇത് മേടിച്ചിട്ടോ. ഓലൊക്കെ മാംഗോ ബാർ, ഞാൻ മാത്രം വെറൈറ്റി ആക്കി മേടിച്ചു. എൻ്റെ ഐസ് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എന്താ പറയുക, ആൽപ്പലീവിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആയിരുന്നു, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഇവളുടെ അത്ര ടേസ്റ്റ് ഇല്ലായിരുന്നു. പിന്നെ കുറേ നേരം കടലിലൊക്കെ കളിച്ചു, വീഡിയോസൊക്കെ എടുത്തു. പിന്നെ പറയണ്ടല്ലോ, കടൽ കണ്ടാൽ പിന്നെ അങ്ങനെയാണല്ലോ കുറേ. ഞാൻ പറഞ്ഞു ബീച്ചിലേക്ക് ആയതുകൊണ്ട് ഈ ഡ്രസ്സൊക്കെ ഇട്ട് വന്നത് മുതലായില്ല എന്നൊക്കെ പറഞ്ഞു. കുറേ ലോങ് ഡ്രസ്സല്ലേ, ഇങ്ങോട്ട് വരുന്ന ഒരു സൂചന പോലും ഞങ്ങൾക്ക് തന്നില്ല. കടലമ്മ എന്ന് എഴുതി നോക്കി പറഞ്ഞിട്ട് എല്ലാവരും കൂടി കടൽ വന്ന് വായിക്കോ നോക്കാമല്ലോ. അപ്പോഴാണ് കടലമ്മ നേരിപ്പോൾ കടൽ വരുന്നില്ല. കുറേ നേരം നോക്കി. അപ്പം മറ്റോളം അവിടെ എന്താക്കി, മോളുടെ അവിടെ പോയിട്ട് ഹാർട്ട് വരച്ചിട്ടോ. അങ്ങോട്ട് കടൽ വന്ന് മായിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കടലമ്മേനെ വേണ്ട തോന്നുന്നുണ്ട് എന്നൊക്കെ. അങ്ങനെയൊക്കെ നല്ല രസമുള്ള ദിവസമായിരുന്നു കേട്ടോ. അന്ന് ഹാർട്ട് വരച്ചു കണ്ടോ, ഓള് പിന്നെ ഹാർട്ട് വരച്ചു, അതൊന്ന് മായിച്ചു. ഞാൻ ക്യാമറ മാറ്റിയപ്പോൾ തന്നെ കടലമ്മ എഴുതിയത് വന്ന് മായിച്ചടോ. നോക്കി നിങ്ങൾ കാണണ്ടോ, കടലമ്മ എന്ന് മായിച്ചിക്കണ്. ഞാൻ ക്യാമറ എപ്പോഴാണ് മാറ്റിയത് അപ്പം വന്ന് മായിച്ചു. എന്തൊരു സാധനമല്ലേ. പിന്നെ ഞങ്ങളിങ്ങനെ വെറുതെ വീഡിയോസ് എടുത്തിട്ട് മോളുടെയാണ് ഞങ്ങൾക്ക് വീഡിയോ എടുത്ത് തരുന്നത്. മതി എന്ന് പറഞ്ഞോളൂ. കപ്പിൾ കോൾസൊക്കെ മാറിക്കെന്ന് പറഞ്ഞാണ്ട് ഓൾ കുറച്ചെടുത്ത് വന്ന് കണ്ട് ഓള് പോയിട്ടോ. ഞങ്ങളിങ്ങനെ വെറുതെ ഇങ്ങനെ എടുത്തതാണിത്. സംസാരിച്ചിങ്ങനെ കിട്ടിയ ചുമ്മാ എടുത്തതാണ്. പ്രത്യേകിച്ചൊന്നും സംസാരിക്കണമൊന്നുമില്ല, വെറും പട്ടിഷോ മാത്രം ഗൈസ്. പിന്നെ ഞങ്ങൾ ഉപ്പിലിട്ട് വാങ്ങാൻ പോയിട്ടോ. ഞാനും മോളുടെയും മാങ്ങയും മേടിച്ച്, ബാക്കിയുള്ളവർക്കൊക്കെ പൈനാപ്പിളും. മാങ്ങയായിരുന്നു കേട്ടോ ടേസ്റ്റ്. പിന്നെ ഇപ്പം മീൻ പിടിക്കുന്ന സ്ഥലത്താട്ടുള്ളത്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇപ്പാൻ്റെ അടുത്തൊക്കെ പോയി. ഞാനും മോളുടെയും റാസി ആട്ടോ, എൻ്റെ അനിയൻകുട്ടനുമാണ് ആദ്യം പോയത്. അപ്പം ഞങ്ങളിങ്ങനെ കടലിൽ മീൻ പിടിക്കണ കാണാൻ വേണ്ടി പോവുകയാണ്. ആ കാക്ക ഇവിടെയൊക്കെ ഏകദേശം ഇപ്പൊക്കെ അറിയുന്ന ആൾക്കാരാട്ടോ, പല ഫ്രണ്ട്സാട്ടോ ഈ കാക്ക. അപ്പം മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് വല വീശാൻ വേണ്ടിയിട്ട് ഇതാവുകയാണ്. അപ്പം ഇതാട്ടോ ഇപ്പം നടക്കുകയാണ് കടലിലേക്ക്. പിന്നെ മീൻ കിട്ടിയത് ഞാൻ വീഡിയോ എടുത്തതാണ്. ആ കാക്ക പിടിച്ചതാട്ടോ അതൊക്കെ. അപ്പം ഞങ്ങളിങ്ങനെ വീഡിയോ എടുത്തു, കുറേ എടുത്തു. പിന്നെ അവിടെ മറ്റേ ശംഖ് പോലത്തെ സാധനങ്ങളില്ലേ, അതൊക്കെ കിട്ടിയിരുന്നു കേട്ടോ. അതൊക്കെ ഞങ്ങളിങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. കുറേ എടുത്തിരിക്കുന്ന വീഡിയോസൊക്കെ പറയണ്ടല്ലോ. കിട്ടിയ അവസരം പിന്നെ മുതലാക്കല്ലേ നമ്മളൊക്കെ പരിപാടി. പിന്നെ കണ്ടോ മീൻ പിടിച്ചത് കണ്ടോ, മീനാട്ടോ, അത് കിട്ടിയ മീനാണ്. അപ്പം നമ്മുടെ ആ പൂയിൽ വെച്ചിട്ടൊന്നായിട്ട് മണലൊക്കെ ആയിട്ടുണ്ട് കണ്ടോ. ശംഖ് ഞാൻ പറഞ്ഞില്ലേ കിട്ടിയിടുന്ന്. പിന്നെ ഇപ്പം കൊണ്ടുപോയിട്ട് അതൊന്നും കൂടി ആ വെള്ളത്തിൽ മുക്കിയിട്ട് ഇതാവും കേട്ടോ. ഇവിടെ കടലും പുഴയും കൂടി ഒരുമിക്കുന്ന സ്ഥലമാണ്. പരപ്പനങ്ങാടി ബീച്ചിൽ തന്നെയാണ് ഇത്. ഇവിടെ വല്ലാതെ നമുക്ക് ഈ കടലിൽ ഇറങ്ങി വെച്ചിട്ട് ഇവിടെ ഇറങ്ങി വെച്ചിട്ട് വലിയ പ്രശ്നം വരില്ല. മറ്റടുത്തത്തെ പോലെ അല്ല കേട്ടോ. കാണാൻ തന്നെ കണ്ടോ, വേറൊരു കടൽ കാണുന്ന പോലെ അല്ലല്ലോ. കാണുമ്പോൾ തന്നെ നല്ല ഭംഗി തോന്നുന്നുണ്ടല്ലോ ഇവിടെ. ഇവിടെയൊക്കെ നല്ല വെള്ളം കയറിയിരുന്നു കേട്ടോ. നമ്മൾ ഈ കഴിഞ്ഞ പ്രളയത്തിൽ, ഇപ്പം കഴിഞ്ഞില്ല, അപ്പോൾ കുറച്ച് മുന്നേ അതിലിവിടെയൊക്കെ ഞങ്ങൾ അന്ന് വന്നപ്പോൾ ഇങ്ങോട്ടൊന്നും ഇറങ്ങാൻ സമ്മതിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ ഈ സൈഡിൽ ഞങ്ങൾ വല്ലാതെ വരില്ല, ഞങ്ങൾ ആ കടലിൻ്റെ ഭാഗത്തേക്ക് അങ്ങനെ പോകുന്നതായിരുന്നു. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെയൊക്കെ ഭയങ്കര വെള്ളമായിരുന്നു. അപ്പോൾ കടലിൻ്റെ കുറച്ച് വിട്ടിട്ട് ഞങ്ങൾ നിർത്തിയതിന് തന്നെ. പിന്നെ ഞങ്ങളൊരു ഐസ്ക്രീം മേടിച്ചിട്ടോ, ചോക്ലേറ്റ്. പിന്നെ ചുരണ്ടി ഐസ് ഇമ്മയും മൂത്തി മേടിച്ചതാണ് കണ്ടോ. ചുരണ്ടി ഐസ് ഒന്ന് മധുരമുള്ളതും ഒന്ന് ഉപ്പുള്ളതും മേടിച്ചത്. ഞങ്ങൾക്ക് ഉപ്പുള്ളതാട്ടോ ഇഷ്ടം. അതിന് ഞങ്ങൾ തന്നെ ടേസ്റ്റ് ചെയ്തു. പിന്നെ തിരിച്ച് പോകാമെന്ന് പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ തിരിച്ച് പോവുകയാണ് കേട്ടോ.
അപ്പോൾ പറഞ്ഞു ഇമ്മ അറിഞ്ഞ് ഇപ്പാൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന്. പക്ഷെ ഞങ്ങൾ അവിടെ പോയപ്പോൾ മൂഞ്ചി കഴിച്ച് അവിടെ ആരുമില്ലായിരുന്നു. പിന്നെ ഇപ്പാൻ്റെ അമ്മോൻ്റെ വീട്ടിൽ പോകാമായിരുന്നു ഞാൻ. ഞങ്ങൾ അവിടെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടു. പിന്നെ വേറെ അമ്മോൻ്റെ വീട്ടിൽ പോയപ്പോഴാണ് നല്ല സുന്ദരി പൂച്ചനെ കണ്ടില്ലേ, നല്ല സുന്ദരി വേണി കേട്ടോ. ഭയങ്കര ഇഷ്ടമായി ആളെ കാണാൻ, നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ ഞങ്ങൾ അവിടെ പോയിട്ട് അവിടെ നിന്ന് കുടിച്ചതാട്ടോ അത്. എനിക്ക് ചായ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ചായ കുടിച്ചില്ല. പിന്നെ നേരെ എൻ്റെ അമ്മേൻ്റെ വീട്ടിൽ പോയിട്ടോ. അവിടെ കണ്ടില്ലേ, ഇത് എൻ്റെ ഈ മൂത്തൻ്റെ പേരക്കുട്ടി കേട്ടോ, എൻ്റെ കാക്കൻ്റെ കുട്ടി. അപ്പം ഞങ്ങൾ തിരിച്ച് പോരുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പോന്നിട്ടോ. പോരുമ്പോൾ കാക്ക അറിയണേ, എന്താ പെണ്ണേ എന്തൊരു ഉറക്കാത്. ഞാനാണെങ്കിൽ ഇവിടെ തോളം ഉറങ്ങിയായിരുന്നു. എനിക്ക് കാരണം കാറിൽ കയറിയാൽ കൂടുതൽ നേരം ഉറങ്ങിയിട്ടില്ലെങ്കിൽ എനിക്ക് കഴിവില്ല കേട്ടോ. പിന്നെ അങ്ങാടിപ്പുറം എത്തിയപ്പോഴാണ് ഞാനാണ് ഉണർന്നത്. അപ്പം അത്രേ ഉള്ളൂ.